അപ്പോൾ വിഷു ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ചേട്ടനും വൈഫും കൊല്ലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിഷുവിൻ്റെ പിറ്റേന്ന് തന്നെ ചേട്ടൻ തിരിച്ച് പോവാണ്. ചേട്ടൻ്റെ വൈഫ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോകണത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക്. രാത്രി ഏതാണ്ടൊരു 8 മണിയൊക്കെ ആവും കൊല്ലത്ത് എത്താൻ. അപ്പോൾ അത്രയും നേരം വിശന്നിരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും കടലക്കറിയും കൂടി വാഴയിലയിൽ പൊതിഞ്ഞ് കൊടുത്ത് വിടാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുത്തു. ചിക്കനൊക്കെ നല്ല ഞെരിച്ച് വറുത്തെടുത്തിട്ടുണ്ട്, വാഴയിലയിൽ പൊതിഞ്ഞു. എനിക്കങ്ങനെ പൊതിയാൻ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, ഏതൊക്കെയോ രീതിയിൽ പൊതിഞ്ഞെടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബസ് സ്റ്റാൻഡ് വരെ ചേട്ടനെ ആമിനെ കൊണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ആമി തിരിച്ച് പോകണില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പോണത്. അപ്പോൾ ചേട്ടനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ ചേട്ടനെ അവിടെ കൊണ്ടാക്കിയിട്ട് ആമിനെ തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ രാത്രി എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഡാംഷൽ ആർട്സ് കളിക്കുകയാണ് കേട്ടോ. ഒരു പത്മശ്രീ ഡോക്ടർ ഭരത് സരോജ് കുമാർ എന്നുള്ളൊരു സിനിമ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ദൈവമേ കുറേ ഞങ്ങൾ പാടുപെട്ടു. ഞാൻ അത് കളിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.